ആഫ്രിക്കയിലെ സിംബാബ്വേയിൽ നിന്നാണ് ഒരു ദാരുണമായ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വന്യമായ ആനക്കൂട്ടത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നദിയിലേക്ക് ചാടിയ യുവാവിനെ കാത്തുനിന്നത് അതിലും ഭീകരമായ മറ്റൊരു അപകടമായിരുന്നു. സിംബാബ്വേയിലെ കാരിബ എന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നത്. പ്രദേശവാസിയായ ഒരു യുവാവ് കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പുഴയിലേക്ക് ചാടുകയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തെ മുതല പിടിക്കുകയും ചെയ്തു. യുവാവ് നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു കൂട്ടം ആനകളുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. ആനകൾ തന്നെ ആക്രമിക്കാൻ വരുന്നത് കണ്ട യുവാവ് പരിഭ്രാന്തനായി ഓടി. കരയിലൂടെ ഓടി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൊട്ടടുത്തുള്ള നദിയിലേക്ക് ചാടി. ആനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളത്തിലിറങ്ങുന്നത് സുരക്ഷിതമാകുമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം. എന്നാൽ നദിയിൽ പതുങ്ങിയിരുന്ന ഒരു ഭീമൻ മുതല അദ്ദേഹത്തെ ആക്രമിച്ചു. ആനകളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലും മുതലയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് മോചിതനാകാൻ സാധിച്ചില്ല. സൗത്ത് ആഫ്രിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഈ മേഖലയിൽ പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു വന്യമൃഗത്തിന്റെ ഇരയാകേണ്ടി വന്ന ഈ യുവാവിന്റെ വിധി ഏവരെയും സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. യുവാവിന്റെ മൃതദേഹം പിന്നീട് അധികൃതർ നദിയിൽ നിന്ന് കണ്ടെടുത്തു. അതേസമയം വന്യജീവി സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പ്രാദേശിക ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2023 രേഖപ്പെടുത്തിയ 26 വന്യജീവി മരണങ്ങളിൽ 15 മുതലകളുടെ ആക്രമണത്തിൽ സംഭവിച്ചതാണെന്ന് റിസോഴ്സ് ആഫ്രിക്കയിൽ നിന്നുള്ള കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. അവയിൽ ഭൂരിഭാഗവും ലുവാങ്ങ നദിക്കരയിലാണ്. വന്യജീവി കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സാംബിയൻ അധികൃതർ നാട്ടുകാരോടും വിനോദസഞ്ചാരികളോടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിന് സംരക്ഷണ വേലി ഉൾപ്പെടെയുള്ള നടപടികൾ പരിഗണിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു. 2021 സാംബിയയിൽ 10 അടി ഉയരമുള്ള മുതലയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ബ്രിട്ടീഷ് വിദ്യാർത്ഥിനിയുടെ കഥയും ദാരുണമായിരുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള സാംബേസി റോവറിൽ ഒരു ദിവസം വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ആസ്വദിക്കുന്നതിനിടെ 18-കാരിയായ അമേലി ഓസ്ബോൺ സ്മിത്ത് നദി നീന്താൻ സുരക്ഷിതമാണെന്ന് ഗൈഡുകൾ പറഞ്ഞതനുസരിച്ച് അവിടെ എത്തി. പിന്നീട് ഒരു കൂറ്റൻ മുതലയുടെ ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. എന്തായാലും തുടർച്ചയായുള്ള വന്യജീവി ആക്രമണത്തിന് വിധേയരാവുകയാണ് ഇവിടെ പലരും. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാനാണ് ഇവിടെയുള്ള അധികൃതർ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, വേലി കെട്ടുന്നതടക്കം ഇവിടെ പരിഗണിച്ചിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ യുവാവിന്റെ മരണവും ഇവിടെ വേദനയായി മാറിയിരിക്കുന്നത്.